ഹലോ ഗൈസ്, ഇന്നത്തെ ഫുഡ് കുക്കിങ്ങിൻ്റെ കെട്ടിയോനാണ്. പക്ഷേ ഇതിൻ്റെ കെട്ടിയോൻ്റെ റെസിപ്പിയല്ല, ഇത് ഞങ്ങളുടെ സ്വന്തം ജുനൂക്കാൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് 2 പച്ചമുളകും ആവശ്യത്തിന് കൊച്ചുള്ളിയും കൂടി ഇട്ട് ഒന്നും കൂടെ അത് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് സവോളയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും കൂടി എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇനി മെയിൻ ഐറ്റമായ ബീഫും കൂടി ഇട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഓൾറെഡി ബീഫിൽ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളമില്ലാതെ നമുക്ക് വേവിക്കാൻ പറ്റും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇടയ്ക്ക് ഇത് തുറന്നിട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നല്ലതുപോലെ വേവിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ കൊത്തും കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ.